പത്തനംതിട്ട ചിറ്റാറിൽ അവശനിലയിൽ കണ്ട യുവാവ് മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം. ചിറ്റാർ കൊടുമുടി സ്വദേശിയായ സന്ദീപിന്റെ മരണത്തിന് പിന്നിൽ പെൺസുഹൃത്തിന്റെ ബന്ധുക്കളാണെന്ന് കുടുംബം ആരോപിക്കുന്നു. സന്ദീപിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ സഞ്ചരിച്ച വാഹനത്തിൽ നിന്ന് നാടൻ തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെടുത്തതിനാൽ ഇവർക്കെതിരെ ആംസ് ആക്ട് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. പ്രതികൾ നായാട്ട് സംഘത്തിൽപ്പെട്ടവരാണെന്നാണ് സൂചന. ശരീരത്തിൽ പാടുകളുണ്ട്, അടിയുടെ പാടുകളും തലയെ മുഴ ഇടിച്ച പാടുകളും ഒക്കെ ഉണ്ട്. അതാണ് സംശയത്തിന് കാരണം. അതുതന്നെയല്ല, അവിടെ ഒരു ചെരുപ്പ്, ഈ സംഭവ സ്ഥലത്ത് അവൻ്റെ അല്ലാത്തൊരു ഒരു ചെരുപ്പ് കിടപ്പുണ്ട്, പാറു മുറിഞ്ഞ്. അതൊക്കെ സംശയത്തിന് കാരണമായി. ഈ പറയുന്ന പെൺസുഹൃത്തിൻ്റെ അച്ഛനെ ഇന്നലെ അവിടെ വെച്ച് കണ്ടവരുമുണ്ടെന്ന് പലരും പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൻ ചേരുകയാണ്. കണ്ണൻ, ഈ സന്ദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ? കഴിഞ്ഞ ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിൽ സന്ദീപിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. വീടിൻ്റെ പറമ്പിനോട് ചേർന്ന ഒരു കുഴിയിലാണ് ഇദ്ദേഹത്തെ അവശ നിലയിൽ കണ്ടെത്തുന്നത്. ഇവിടെ നിന്നും പിന്നീട് നാട്ടുകാരും വീട്ടുകാരും ചേർന്ന് ആശുപത്രിയിൽ എത്തിക്കും വഴിയാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. ഈ കണ്ടെത്തുന്ന സമയത്ത് തന്നെ വളരെ അവശ നിലയിൽ ദുരൂഹ സാഹചര്യത്തിലാണ് ഈ സന്ദീപ് ഉണ്ടായിരുന്നത്. സംസാരിക്കാൻ പോലും കഴിയാതിരുന്ന അവസ്ഥയിലായിരുന്നു എന്ന് കുറച്ചു മുമ്പ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ നമ്മളോട് പ്രതികരിച്ചിരുന്നു. തീർച്ചയായും ഇതൊരു മർദ്ദനമേറ്റതുകൊണ്ടാണ്. അതായത് സന്ദീപിന് ഒരു പെൺസുഹൃത്തുണ്ടായിരുന്നു. ഈ പെൺസുഹൃത്തിൻ്റെ ബന്ധുക്കളാണ് ഇത്തരത്തിൽ സന്ദീപിൻ്റെ മരണത്തിന് കാരണം. അവർ മർദ്ദിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ സന്ദീപ് മരിച്ചത് എന്നാണ് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത്. അത് സംബന്ധിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നിലവിൽ ഇപ്പോൾ രാവിലെ സന്ദീപിൻ്റെ മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കിയിരുന്നു. അതിനുശേഷം കൂടുതൽ പരിശോധനയ്ക്കായി, അതായത് പോലീസ് സർജൻ്റെ അടക്കം നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുന്നതിനായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ ഈ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മാത്രമേ എന്താണ് സന്ദീപിൻ്റെ മരണത്തിൽ കാരണമെന്നും ഇനി മർദ്ദനമേറ്റാണോ മരിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകൂ. അതിനായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വരണം. എന്തായാലും ഈ സംഭവത്തിൽ 3 പേരെ ചിറ്റാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കസ്റ്റഡിയിൽ എടുത്തവരുടെ വാഹനത്തിൽ നിന്നും ഈ വേട്ടയ്ക്ക് പോകുന്നതിന് ആവശ്യമായ തോക്കുകളും മറ്റ് സാധനങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഇവർ വേട്ടക്കാരാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇത് സംബന്ധിച്ച് ഇവർക്കെതിരെ ആംസ് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. ഇവർ ഈ വനത്തിൽ കയറി മൃഗങ്ങളെ വേട്ടയാടുന്ന ആളുകളാണ് എന്നാണ് പോലീസ് പറയുന്നത്. എങ്കിൽ അത്തരത്തിലും ഒരു കേസെടുക്കും. ഇവർക്ക് ഈ സന്ദീപിൻ്റെ കേസുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഈ ബന്ധുക്കളുടെ ആരോപണത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ പരാതി പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം പോസ്റ്റ്മോർട്ടം നടപടിയിൽ കൂടി പൂർത്തിയായാൽ ഉണ്ടാവും. മായ. ശരി, കണ്ണൻ ദേവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.